ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് അഥവാ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന പാഠമാണ്. ഈ പാഠത്തിൽ ലൈറ്റിൻ്റെ വിവിധ തരത്തിലുള്ള പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കൂ. ഒരു ഗ്രാൻഡ് മദറും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ അല്ലേ. എന്താണ് ഗ്രാൻഡ് മദർ പറയുന്നത്? ഓ, ദ സ്കോച്ചിങ് സൺലൈറ്റ് ഇസ് കമ്മിങ് ത്രൂ ദ വിൻഡോ, ക്ലോസ് ദ കർട്ടൻ ഡിയർ. എന്താ പറയുന്നത്? മുത്തശ്ശി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ജനലിൽ നിന്ന് ഭയങ്കര ലൈറ്റ്, കുത്തണ വെളിച്ചം എവിടേക്ക് എത്തുന്നു? മുറിയുടെ ഉള്ളിലേക്ക് എത്തണം. അപ്പോൾ മുത്തശ്ശിക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കർട്ടൻ അടച്ചിടാനാണ് പറയുന്നത്. അപ്പോൾ കുട്ടി എന്താണ് ആലോചിക്കുന്നത്? ബട്ട് ദ വിൻഡോ ഈസ് ക്ലോസ്ഡ്, ദെൻ ഹൗ ക്യാൻ ദ സൺലൈറ്റ് എൻ്റർ ദ റൂം. അപ്പോൾ വിൻഡോ അടച്ചിട്ടിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ സൺലൈറ്റ് മുറിയുടെ ഉള്ളിലേക്ക് വരണേന്നാണ് കുട്ടി ആലോചിക്കുന്നത്. അതായത് വിൻഡോ അടച്ചിട്ടാൽ നമ്മൾക്ക് വേറെ ആർക്കെങ്കിലും ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് കുട്ടി ആലോചിക്കുന്നത്. അതേപോലെ കർട്ടൻ അടച്ചിട്ട് എന്താ സംഭവിക്കുക? ലൈറ്റ് ഉള്ളിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല അല്ലേ. You know that the light can enter the room through the glass window even if it is closed. Why did grandma ask the girl to close the curtain when light entered the room through the window? What are the things that can be used instead of a curtain to prevent sunlight from entering a room through a glass window? List them. അതായത് ജനൽ അടച്ച് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ കർട്ടന് പകരം വേറെ എന്തെല്ലാം വസ്തുക്കൾ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ലൈറ്റിൻ്റെ എൻട്രൻസ് തടയാൻ പറ്റുമെന്നാണ് ചോദിക്കണത്. വേറെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? കട്ടിയുള്ള പേപ്പർ വെച്ച് ചെയ്യാം, അതേപോലെ തിന്നായിട്ടുള്ള ബ്ലാക്ക് ഫിലിം ഒട്ടിക്കാം. അങ്ങനെയൊക്കെ ചെയ്താലും ലൈറ്റിൻ്റെ എൻട്രൻസ് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് ദർ ഈസ് എൻ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഒബ്സർവേഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എക്സ്പെരിമെൻറ്റ്? പോയിൻ്റ് എ ലൈറ്റഡ് ടോർച്ച് അറ്റ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് സച്ച് ആസ് സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, വുഡൻ ബ്ലോക്ക്, എ പീസ് ഓഫ് ക്ലോത്ത്, വൈറ്റ് പേപ്പർ, ബ്ലാക്ക് ചാർക്ക് പേപ്പർ, ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, എ കോയിൻ, എ മിറർ, എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, മാർബിൾ, പോളിത്തീൻ കവർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. സോ എന്താ വേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? ഒരു ടോർച്ച് അടിച്ചു നോക്കുക. അപ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സിലൂടെ ലൈറ്റ് അപ്പുറത്ത് എത്തുന്നുണ്ട്, അതായത് ഏതൊക്കെ ഒബ്ജക്ട്സ് ലൈറ്റിനെ കടത്തി വിടുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കൂ. ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആൻഡ് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ആദ്യത്തെ കോളത്തിൽ ലൈറ്റിനെ കടത്തി വിടുന്ന വസ്തുക്കൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിലോ ലൈറ്റിനെ കടത്തി വിടാത്ത വസ്തുക്കൾ. അപ്പോൾ നമുക്ക് ഓരോ വസ്തുക്കളായിട്ട് നോക്കാം. ഏത് കോളത്തിലാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇതിൽ സംശയമുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്. അതായത് ഒരു പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് അല്ല, അതിലിങ്ങനെ സ്ക്രാച്ച് വരകൾ വീഴ്ത്തിയ ഗ്ലാസ് ഷീറ്റ്. അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യില്ലേ? ഓഫ് കോഴ്സ് അതിൽ ലൈറ്റ് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് വരും അല്ലേ. അടുത്തത് ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ. അതിലും എന്ത് ചെയ്യും? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. വുഡൻ ബ്ലോക്കിൽ കൂടെ ലൈറ്റ് കടന്ന് അപ്പുറത്തേക്ക് എത്തുമോ? ഇല്ല അല്ലേ. സോ അത് സെക്കൻഡ് കോളത്തിൽ എഴുതാം. എ പീസ് ഓഫ് ക്ലോത്തിലൂടെ എന്ത് ചെയ്യും? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരുപാട് കട്ടിയുള്ള തുണി അല്ലെങ്കിൽ എന്തായാലും അത് കൂടെ എന്ത് ചെയ്യും? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ വൈറ്റ് പേപ്പറിൽ കൂടെ എന്ത് ചെയ്യും? കുറച്ച് ലൈറ്റ് പുറത്തേക്ക് വരും അല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അത് കൂടെ ടോർച്ചടിച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പറിലൂടെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് കോളം. നെക്സ്റ്റ് ഈസ് ബട്ടർ പേപ്പർ. എങ്ങനെയാണ്? ഒരു തിന്നായിട്ടുള്ള കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലേ. അതിലും കൂടെ എന്ത് ചെയ്യും? ലൈറ്റ് കടന്നു പോവും. വിൻഡോ ഗ്ലാസ്സിലൂടെ ഓഫ് കോഴ്സ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ജനലൊക്കെ അടച്ചിട്ടാലും നമ്മുടെ റൂമിനകത്തൊക്കെ വെളിച്ചം വരുന്നത്.
എ കോയിൻ, കോയിനിലൂടെ ലൈറ്റ് കടന്നു പോവോ? ഇല്ല. കോയിൻ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റൽ സാധനമാണ് അല്ലേ, അതിൽ കൂടെ ലൈറ്റ് കടന്നു പോവില്ല. മിറർ, മിററിലൂടെ ലൈറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോവോ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീൻസ് ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് വെളിച്ചെത്തണം എന്നാണ് അല്ലേ. അങ്ങനെ മിററിലൂടെ ലൈറ്റ് കടന്നു പോവോ? ഇല്ല. മിററിൽ തട്ടിയിട്ട് ലൈറ്റ് തിരിച്ച് വരികയാണ് ചെയ്യുക, ഒരിക്കലും അപ്പുറത്തേക്ക് പോവില്ല അല്ലേ. അപ്പോൾ നമുക്ക് മിററിനെ എവിടെ എഴുതണം? സെക്കൻഡ് കോളത്തിന്. മിററും കോയിനും സെക്കൻഡ് കോളത്തിൽ എഴുതണം. പിന്നെ എ പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്, റീഡിംഗ് ഗ്ലാസ് മീൻസ് നമ്മുടെ കണ്ണടയിലത്തെ ഗ്ലാസ്, അതിലൂടെ ലൈറ്റ് കടന്നു പോകും, ഫസ്റ്റ് കോളം. ദെൻ പോളിത്തീൻ കവർ, പോളിത്തീൻ കവറിലും എന്ത് ചെയ്യും? ലൈറ്റ് കടന്നു പോകും, ഫസ്റ്റ് കോളം. ദെൻ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ, കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിലും നമുക്ക് എന്തെഴുതാം? ഏതിലെഴുതാം? ഫസ്റ്റത്തേൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയൊക്കെയാണ് ഒബ്ജക്ട്സ് അതിൽ കൊടുത്തിരിക്കുന്നത്. വൺ മോർ ഇസ് ദ മാർബിൾ. മാർബിളിലൂടെ എന്ത് ചെയ്യും? ലൈറ്റ് ചെറുതായിട്ട് കടന്നു പോകും കേട്ടോ. അപ്പോൾ മാർബിൾ നമുക്ക് എവിടെ എഴുതാം? ഫസ്റ്റ് കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അപ്പോൾ നമ്മൾ കുറേ വസ്തുക്കളെ എങ്ങനെയൊക്കെ തരംതിരിച്ചു? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവ ചെയ്യാത്തവ എന്ന് തരംതിരിച്ചു. നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ ഒബ്ജക്ട്സിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, അതാണ് അടുത്ത ടോപ്പിക്ക്. ഡിഡിൻ ലൈറ്റ് പാസ് ത്രൂ ദ ബട്ടർ പേപ്പർ? What about the glass used in spectacles? Do both these substances transmit light in the same manner? ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ബട്ടർ പേപ്പറും ലൈറ്റിനെ കടത്തിവിടുന്നുണ്ട്, നമ്മുടെ സ്പെക്ടക്കിൾസിൻ്റെ ഗ്ലാസും, അതായത് കണ്ണടയുടെ ഗ്ലാസും ലൈറ്റിനെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ രണ്ടും ഒരുപോലെയാണോ, ഒരേ അളവിലാണോ ലൈറ്റിനെ കടത്തിവിടുന്നത്? അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഇതേപോലെ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം യൂസിങ് സം ഒബ്ജക്ട്സിൻ്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ്, ഓയിൽഡ് പേപ്പർ, ഗ്ലാസ് പീസ്, പോളിത്തീൻ കവർ, പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. സോ ഈ ഒബ്ജക്ട്സ് വെച്ചിട്ടും ഇതേ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. അതായത് ലൈറ്റിനെ മുഴുവനായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയും അതേപോലെ പാർഷ്യലി മാത്രം, കുറച്ച് ലൈറ്റ് മാത്രം കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണെന്നാണ് മനസ്സിലാക്കിയിട്ട് രണ്ട് കോളത്തിലും എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കി വെക്കാം. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് എക്സാമ്പിൾ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. സോ അവിടെ ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആൻഡ് കംപ്ലീറ്റ്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കൂ, ബട്ടർ പേപ്പർ. ബട്ടർ പേപ്പർ എന്ന് വെച്ചാൽ കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും അല്ലേ, കുറച്ചൊരു ഓയിൽ കണ്ടൻറ്റ് ഉള്ള പോലത്തെ പേപ്പർ ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ ലൈറ്റ് ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് പോവുമോ? ഇല്ല. നമ്മൾ അടിക്കുന്ന അതേപോലെ ലൈറ്റ് ഇപ്പുറത്തെ സൈഡിൽ വരുമോ? ചെറുതായിട്ട് ലൈറ്റ് വരുള്ളൂ. അപ്പോൾ അത് ഏതിലാണ് വരുള്ളൂ? സെക്കൻഡ് കോളത്തിൽ, ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. ദെൻ വിൻഡോ ഗ്ലാസ്, വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് എങ്ങനെയായിരിക്കും? അതിൽ കൂടെ കറക്റ്റായിട്ട് ലൈറ്റ് വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഏത് കോളത്തിൽ എഴുതാം? ഫസ്റ്റ് കോളത്തിൽ എഴുതാം. ദെൻ സ്ക്രാച്ച്ഡ് ഗ്ലാസ് പീസ്. ഞാൻ ഓരോ സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റിൻ്റെ പിക്ചർ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണ് ലൈറ്റ് പാർഷ്യലി വരുന്നതും കംപ്ലീറ്റ്ലി വരുന്നതും എന്നുള്ളതും. അപ്പോൾ അത് ഏതിലാണ് വരിക? സെക്കൻഡ് കോളത്തിലാണ് വരിക. അടുത്തത് ഓയിൽ പേപ്പർ. ഓയിൽഡ് പേപ്പറും അതായത് എണ്ണ ആക്കിയിട്ടുള്ള പേപ്പർ, ആ പേപ്പർ ഏതിലേ വരുള്ളൂ? രണ്ടാമത്തെ കോളത്തിലേ വരുള്ളൂ. അടുത്തതൊരു ഗ്ലാസ് പീസ്. ഗ്ലാസ് പീസ് ഏതിൽ വരും? ഫസ്റ്റത്തേൽ വരും ഓഫ് കോഴ്സ്, ബിക്കോസ് അത് എന്ത് ചെയ്യും? ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടും. പോളിത്തീൻ കവർ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് കവറില്ലേ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവർ, ആ കവറിലൂടെ ലൈറ്റ് പാർഷ്യലി ആണോ കംപ്ലീറ്റ്ലി ആണോ കടന്ന് പോവാം? പാർഷ്യലി ആണ്. സോ ഇൻ ദ സെക്കൻഡ് കോളം. ദെൻ പ്യുവർ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ് ടംബ്ലർ. പ്യുവർ വാട്ടറും ട്രാൻസ്പെറൻ്റ് ആണ്, ഗ്ലാസ് ടംബ്ലറും അതായത് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് കടത്തിവിടുന്നതാണ്. ഗ്ലാസ് ടംബ്ലറും ഗ്ലാസിൻ്റെ പാത്രവും എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് കടത്തിവിടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഏതിലെഴുതാം? ഫസ്റ്റ് കോളത്തിൽ എഴുതാൻ പറ്റും. പിന്നെ കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. കളർലെസ് പ്ലാസ്റ്റിക് ബോട്ടിലും എങ്ങനെയാണ്? ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ച് ലൈറ്റ് കുറച്ച് കടത്തി വിടുന്നതായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് കടത്തി വിടുന്നതായിരിക്കും. എനിവേ നമുക്ക് അതിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ എഴുതിയിട്ടുണ്ട്. ഈ എക്സാമ്പിളുകളൊക്കെ നോക്കി വയ്ക്കാം. പിന്നെ നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് പുതിയ എക്സാമ്പിളുകളെയും ഏത് രീതിയിൽ എഴുതണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് നോട്ടിൻ്റെ രൂപത്തിൽ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ആ വേർഡുകൾ എഴുതാനും കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ ഒബ്ജക്ട്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. ലൈറ്റിനെ വളരെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുക. മലയാളത്തിൽ ഇതിനെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയും. ദെൻ ഒബ്ജക്ട്സ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കോൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. ലൈറ്റിനെ കുറച്ചു മാത്രം കടത്തിവിടുന്ന ഒബ്ജക്ട്സിനെ എന്ത് പറയും? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയും. ആൻഡ് മലയാളത്തിൽ അതിന് അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയും. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ ഒപ്പേക്ക് ഒബ്ജക്ട്സ്. അധാര്യ വസ്തുക്കൾ, ലൈറ്റിനെ ഒട്ടും തന്നെ കടത്തിവിടാത്ത ഒബ്ജക്ട്സിനെ നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വുഡ് അല്ലെങ്കിൽ ഒരു മെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ലൈറ്റ് അടിച്ചാലും അപ്പുറത്തൊന്നും വരില്ല അല്ലേ? അങ്ങനത്തെയാണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻ്റ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞ പോലെ വിൻഡോ ഗ്ലാസ്, നമ്മുടെ കണ്ണടയുടെ ഗ്ലാസ്, അതൊക്കെ എന്നൊക്കെ പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. സോ അത് ട്രാൻസ്പെറൻ്റ് ആണ്. ദെൻ നമ്മുടെ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽഡ് പേപ്പർ എന്നൊക്കെ പറയുന്നത് കുറച്ച് മാത്രം ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. പ്ലാസ്റ്റിക് കവർ, പോളിത്തീൻ കവർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്തിലെഴുതാം? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് ആയിട്ട് കണക്കാക്കാം. നെക്സ്റ്റ് ഈസ് കൺവേർട്ടിംഗ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ടു ഒപ്പേക്ക് ഒബ്ജക്റ്റ്. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വസ്തുവിനെ നമുക്ക് എങ്ങനെ ഒപ്പേക്കായിട്ട് ലൈറ്റ് കടന്നു പോകാത്ത ഒരു വസ്തുവായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു എ ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പേക്ക് വൺ? ഹൗ? ഡിസ്കസ്. വാട്ട് മെത്തേഡ്സ് ക്യാൻ യു സജസ്റ്റ്? റെക്കോർഡ് ദം ഇൻ സയൻസ് ഡയറി. അപ്പോൾ അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ദെൻ മേക്ക് എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഷീറ്റ് സൂട്ടഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ്? അപ്പോൾ ഒരു മെത്തേഡ് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ്? ആദ്യം ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കാം. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു വിളക്കിൻ്റെ മുകളിൽ പിടിക്കുമ്പം അതിലെന്ത് പറ്റും? ആ പുക അടിച്ചിട്ട് അതിൽ കരി പിടിക്കൂലേ? വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഷീറ്റ് വെൻ ഇറ്റ് ബിക്കംസ് സൂട്ടിയർ? ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. സൂട്ടിയർ എന്ന് പറഞ്ഞാൽ കരി പിടിക്കുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെ കരി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ്, ലൈറ്റിനെ കടത്തിവിടുന്ന പ്രോപ്പർട്ടിക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും അത് കുറയുകയാണ് ചെയ്യുക അല്ലേ? പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ അതിൽ ഇങ്ങനെ കരി പിടിച്ചു കഴിഞ്ഞാൽ അതെന്താവും? ഒപ്പേക്കാവും. അത് ലൈറ്റ് കടത്തിവിടില്ല. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു മേക്ക് ദ ഗ്ലാസ് ഷീറ്റ് ട്രാൻസ്ലൂസൻറ്റ് ഓർ ഒപ്പേക്ക്? നമുക്ക് മറ്റുള്ള എന്തെല്ലാം വഴികൾ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്തെല്ലാം വഴികൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പ്യുവർ വാട്ടർ എങ്ങനെ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ പറ്റും? യു ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് പ്യുവർ വാട്ടർ ഈസ് ട്രാൻസ്പെറൻറ്റ്. വാട്ട് അബൌട്ട് എയർ? ക്യാൻ വി കൺവേർട്ട് പ്യുവർ വാട്ടർ ആൻഡ് എയർ ടു ട്രാൻസ്ലൂസൻറ്റ്? ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ഫോർ ദിസ്. അതായത് പ്യുവർ വാട്ടർ ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമുക്കറിയാം, അതേപോലെ എയറും എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആക്കി മാറ്റാൻ പറ്റുമോ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പേ അറ്റൻഷൻ ടു ദ ക്ലൂസ് ഇൻ ദ ഫോളോവിങ് പിക്ചർ. ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഐഡിയ കിട്ടും അല്ലേ? എന്താണ്? ഫസ്റ്റത്തേൽ എന്താ? ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്, പ്യുവർ വാട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ അതിലെന്ത് ചെയ്തിരിക്കുന്നു? ഒരു മഷി ഒഴിച്ചിരിക്കുന്നു അല്ലേ? ഒരു റെഡ് കളറുള്ള ഇങ്ക് ഒഴിച്ചിരിക്കുന്നു. അങ്ങനെ ഇങ്ക് ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? അതിന് കളർ ചേഞ്ച് വരും. അങ്ങനെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പ്യുവർ വാട്ടറിലൂടെ കടന്നു പോകുന്ന അത്ര ലൈറ്റ് എന്തിൽ കടന്നു പോവില്ല? കളേർഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെ കടന്നു പോവില്ല. അപ്പോൾ അതെന്തായിട്ട് മാറും? ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ പ്യുവർ എയർ ആണ് എന്തായിട്ടുള്ളത്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇതേപോലെ നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പുക അവിടെയൊക്കെ നിറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് നോക്കി മറ്റേ ഭാഗം കാണാൻ പറ്റുമോ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? ട്രാൻസ്ലൂസൻ്റ് ആയിട്ട്
ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ കാണാറുണ്ട്. ചില ദിവസങ്ങളുണ്ടാവില്ലേ, നല്ല വെയിലുള്ള സമയത്ത് തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ നല്ല അന്തരീക്ഷം നല്ല മൂടിക്കെട്ടി മേഘമൊക്കെ വരുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യും, വളരെ കുറഞ്ഞ് വൈകുന്നേരം ആയ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ എയർ എന്തായി മാറുകയാണ്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ നല്ല മഞ്ഞുള്ള ദിവസം രാവിലെ ഒക്കെ നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് നോക്കിയാൽ മറ്റേ ഭാഗം കാണാത്ത രീതിയിൽ എന്തായിരിക്കും, എയർ ട്രാൻസ്ലൂസൻ്റ് ആയി, അതായത് ലൈറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാത്ത രീതിയിലായി മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വസ്തുക്കൾ ട്രാൻസ്ലൂസൻ്റോ ഒപ്പേക്കോ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പേസിറ്റി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പല രീതിയിലുള്ളതാണ് അല്ലേ. ചില സമയത്ത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, എന്നാൽ ചില സമയത്ത് നമുക്ക് ആവശ്യം എന്താണ്, ഒപ്പേസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും. ഹൗ ഡസ് ദ ഒപ്പേസിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഒബ്ജക്ട്സ് ബെനിഫിറ്റ്സ് അസ്. അപ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ ഈ ട്രാൻസ്പെറൻസി, ഒപ്പേസിറ്റി അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൗ ഡു യു നോ വെൻ ദ ഇങ്ക് ഇൻ എ റീഫിൽ പെൻ ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. ഒരു റീഫിൽ പെന്നിലെ ഇങ്ക് തീരാറായി നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, നമുക്ക് അതിൻ്റെ റീഫിൽ എന്തായിരിക്കും, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിലെ മഷി തീരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഏതാണ് ക്യാരക്ടർ, ട്രാൻസ്പെറൻസിയാണ്. അതേസമയം ഡോണ്ട് യു യൂസ് ഓയിൽ പേപ്പർ ടു ട്രേസ് പിക്ചേഴ്സ് ആൻഡ് മാപ്സ്. നമ്മൾ പിക്ചേഴ്സും മാപ്സും ഒക്കെ ട്രേസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറുണ്ട്, ഓയിൽ പേപ്പർ. അതായത് കുറച്ച് ഓയിൽ തടവിയിട്ടുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ട്രേസ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഏത് ക്യാരക്ടറാണ് ഉപയോഗിക്കുന്നത്, അത് ട്രാൻസ്ലൂസൻ്റ് ആണ്. ഇനി ഇമാജിൻ ദ സിറ്റുവേഷൻ ഇഫ് ദ വാൾസ് ആൻഡ് ഡോർസ് ഓഫ് ഹൗസ് വേർ ട്രാൻസ്പെറൻറ്റ്. നമ്മുടെ വീടുകളുടെ ചുമരുകളും വാതിലും ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടർ എന്താണ്, ഒപ്പേസിറ്റി ആണ് അല്ലേ. Haven't you realized that we utilize the transparency, opacity and translucency of objects in everyday life? അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ ഈ 3 ക്യാരക്ടേഴ്സും, ട്രാൻസ്പെറൻസി ആണെങ്കിലും ഒപ്പേസിറ്റി ആണെങ്കിലും ട്രാൻസ്ലൂസൻസി ആണെങ്കിലും നമ്മൾ എപ്പോഴും എവരിഡേ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ സിറ്റുവേഷൻ കണ്ടെത്തിയിട്ട് ഈ ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കോളം നോക്കൂ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറേ എക്സാമ്പിൾസ് അറിയാം അല്ലേ, 1-2 പറയാം. അതായത് നമ്മൾ കണ്ണടയിലും അതേപോലെ നമ്മുടെ ബൈനോക്കുലറിലും അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളും നമ്മൾ ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലെൻസസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്തുകൊണ്ടാണ്, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കാഴ്ചയെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെൻസസ് യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ് ആൻഡ് ബൈനോക്കുലേഴ്സ് ആർ വാട്ട്, ദേ ആർ ട്രാൻസ്പെറൻറ്റ്. അതേപോലെ മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് പറയാം, ഗ്ലാസസ് യൂസ്ഡ് ഇൻ ലാംപ്സ്. നമ്മുടെ ലാമ്പുകളിൽ ലൈറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിച്ചം പുറത്തേക്ക് നമുക്ക് കിട്ടുന്നത്. സോ അവിടെ ട്രാൻസ്പെറൻസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ വേറെ ഒരുപാടുണ്ട്. നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് വിൻഡോ, അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പുറത്ത് നോക്കി തന്നെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് വൺ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യണത് എന്ന്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ബാത്റൂംസ്. ബാത്റൂംസിൽ നമ്മുടെ വാഷ് ഏരിയയും നമ്മുടെ ഷവർ ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിട്ടില്ലേ, ചില ഗ്ലാസിൻ്റെ ക്യൂബിക്കിൾസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടുത്തെ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അല്ല, അവിടെ എന്തായിരിക്കും, ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയിരിക്കും. അതായത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, ബട്ട് ചെറുതായിട്ട് കാണാമെന്നുള്ള ഇതിൽ അവിടെ ഏത് ക്യാരക്ടറാണ്, ട്രാൻസ്ലൂസൻസിയാണ് അല്ലേ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രേസിങ് പേപ്പേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബിൽഡിങ്സിലെ സ്കൈലൈറ്റ്സ്, അതായത് നേരെ വെളിച്ചം ബിൽഡിങ്സിൻ്റെ ഉള്ളിലേക്ക് വീഴാൻ ഉപയോഗിക്കുന്ന മുകളിൽ ഗ്ലാസ് വെക്കുന്ന ഇതുണ്ടല്ലോ, അതിലും എങ്ങനെയാണ് ഫുള്ളായിട്ടുള്ള ലൈറ്റ് ഉള്ളിലേക്ക് വീഴാതെ ചെറുതായിട്ട് കുറേശ്ശെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ വെക്കുക, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം.
ദെൻ ഒപ്പേക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. തേർഡ് വൺ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാള്, റൂഫ്, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വാൾസ് ആൻഡ് റൂഫ്സ് ഒക്കെ എങ്ങനെയാണ്? ഒപ്പേക്കാണ്. അങ്ങനെ തന്നെ വേണം അല്ലേ? അതേപോലെ അംബർലാസ്, നമ്മൾ ഉപയോഗിക്കുന്ന കൊട എങ്ങനെയാണ്? അതൊരു ഒപ്പേക്കാണ് അല്ലേ? അത് ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? ആ വെയിലും ചൂടും ഒക്കെ നമ്മളിലേക്ക് തന്നെ വരും അല്ലേ? ദെൻ ക്ലോത്ത്സ് ദാറ്റ് വേർ വെയറിങ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വസ്ത്രം ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഏതാണ്? ഒപ്പേസിറ്റിയാണ് അല്ലേ? ഇനി ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ദെൻ അവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ദ ഇൻവിസിബിൾ മാൻ. ദ ഇൻവിസിബിൾ മാൻ ഇസ് എ ഫേമസ് സയൻസ് ഫിക്ഷൻ by English writer H.G. Wells. Griffin, a scientist, is a character in the novel. Griffin's body becomes transparent as a result of his experiments. അതായത് ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ്. H.G. വെൽസ് എഴുതിയിട്ടുള്ളത്, ദ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഗ്രിഫിൻ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ കുറേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അങ്ങ് ഇൻവിസിബിളായി പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും ഇൻവിസിബിൾ ആയതിനു ശേഷമൊക്കെയുള്ള കഥ പറയുന്നതാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന ബുക്ക് കേട്ടോ. ക്യാൻ യു റൈറ്റ് എ സയൻസ് ഫിക്ഷൻ വിത്ത് എ ട്രാൻസ്പെറൻറ്റ് മാൻ ഓർ എനി അതർ ഓർഗാനിസം ആസ് എ ക്യാരക്ടർ? നിങ്ങളോടും ഒരു സയൻസ് ഫിക്ഷൻ ഇങ്ങനെ എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ്. We have understood that some objects are transparent and some are opaque. What happens when light falls on opaque objects? ഇനി നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത് ഒപ്പേക്ക് ഒബ്ജക്ട്സിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് കുറേ ഒബ്ജക്ട്സ് ഒപ്പേക്ക് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒപ്പേക്ക് ഒബ്ജക്ട്സിൽ എന്താണ്? ലൈറ്റ് അതിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നില്ല അല്ലേ? ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ ഈ ലൈറ്റ് എവിടേക്കാണ് പോകുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഡിം ദ ലൈറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ബൈ ക്ലോസിംഗ് ദ വിൻഡോസ് ആൻഡ് ഡോർസ്. ഹോൾഡ് എ മിറർ ഫേസിംഗ് ദ വാൾ ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഫ്രം ദ ടോർച്ച് ഫാൾ ഓൺ ഇറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ്? അതായത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ലൈറ്റൊക്കെ ഒന്ന് ഡിം ചെയ്തിട്ട് ഇതുപോലെ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഒരു മിറർ വയ്ക്കുക. അതായത് ഇങ്ങനെ സ്ക്രീൻ ഒരു ചുമരിനോട് തിരിച്ചിട്ട് വേണം വയ്ക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ലൈറ്റ് അടിക്കുക. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഹാവിൻ യു നോട്ടീസ്ഡ് ദാറ്റ് ദ ലൈറ്റ് റേസ് ഫാൾ ഓൺ ദ വാൾ ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ ദ മിറർ? അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇങ്ങനെ പോയിട്ട് മിററിൽ തട്ടിയിട്ട് തിരിച്ച് വന്നിട്ട് അത് എവിടെ പതിക്കുന്നുണ്ട്? ആ സ്ക്രീനിൽ പതിക്കുന്നുണ്ട് അല്ലേ? റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഹോൾഡിംഗ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് എഗെയിൻസ്റ്റ് ദ വാൾ ആൻഡ് അലോവിങ് ലൈറ്റ് ഫ്രം ദ ടോർച്ച് ടു ഫോൾ ഓൺ ഈച്ച് ഓഫ് ദം. അപ്പം മിറർ വെക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ടോർച്ച് എന്നുള്ള ലൈറ്റ് മിററിൽ തട്ടിയിട്ട് സ്ക്രീനിൽ വരും. ഇനി അതേപോലെ വേറെ കുറച്ച് ഒബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതും ഇതേപോലെ വെച്ചിട്ട് സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇതൊക്കെ ഒപ്പേക്കായിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. പക്ഷെ ഓരോന്നും എങ്ങനെയാണ് അത് ലൈറ്റിനെ മാറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് അവിടെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. ഫസ്റ്റ് വൺ സ്മൂത്ത് ടൈൽ, ദെൻ ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ബ്രോൺസ്, ഹാർഡ് ബോർഡ്, പേപ്പർ, വുഡൻ ബ്ലോക്ക്. ഈ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഇത് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മുടെ റീഡിങ്സ് നമ്മൾ ഈ ടേബിളിൽ എഴുതണം. സോ ഫസ്റ്റ് വൺ മിറർ അവിടെ എഴുതിയിട്ടുണ്ട്. മിററിന് എന്താണ്? ലൈറ്റ് റിട്ടേൺസ് വെൽ. മിറർ വെക്കുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് തിരിച്ച് വരുന്നുണ്ട് അല്ലേ? തിരിച്ച് വന്നിട്ട് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് പതിക്കുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. പേപ്പറിലാണെങ്കിലോ വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റ് തിരിച്ചു വരുന്നത് പോലെ ഉണ്ട്. ദെൻ അടുത്ത് നമുക്ക് സ്മൂത്ത് ടൈൽ നോക്കുകയാണെങ്കിൽ സ്മൂത്ത് ടൈലിൽ ഇതുപോലെ എന്ത് ചെയ്യും? ലൈറ്റ് തിരിച്ച് വരും അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് വന്നില്ലെങ്കിലും ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ദെൻ ന്യൂ സ്റ്റീൽ പ്ലേറ്റ്. പുതിയ സ്റ്റീൽ പ്ലേറ്റ് വേണം കേട്ടോ. അല്ലാതെ അതിൽ മറ്റേ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ടെങ്കിൽ
എന്ത് ചെയ്യില്ല, അത്ര നന്നായിട്ട് ലൈറ്റ് തിരിച്ച് വരില്ല. അപ്പോൾ പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യും, ദ ലൈറ്റ് വിൽ റിട്ടേൺസ് വെൽ. ബ്രോൺസ്, അതായത് ഓട്, ബ്രോൺസിലാണെങ്കിലും കുറച്ച് എന്ത് ചെയ്യും, ലൈറ്റ് റിട്ടേൺ ചെയ്യും. ദെൻ അടുത്തത് ഹാർഡ് ബോർഡിൽ, അതായത് നമ്മുടെ കാർഡ്ബോർഡ് പോലെയുള്ള കട്ടിയുള്ള പേപ്പർ, അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലൈറ്റ് തട്ടി തിരിച്ചു വരുമോ? ഇല്ല, നോ ലൈറ്റ് റിട്ടേൺസ്. അതുപോലെ ലാസ്റ്റ് വൺ വുഡൻ ബ്ലോക്ക് വെച്ച് ചെയ്താലോ ലൈറ്റ് തിരിച്ചു വരില്ല അല്ലേ, നോ ലൈറ്റ് റിട്ടേൺസ് എന്ന് പറയാം. സോ അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേഷനും വ്യത്യസ്തമാണ് അല്ലേ. ചിലതിൽ നന്നായിട്ട് ലൈറ്റ് തിരിച്ചു വരുന്നുണ്ട്, ചിലതിൽ കുറച്ച് ലൈറ്റ് തിരിച്ചു വരുന്നുണ്ട്, ചിലതിൽ ലൈറ്റ് തിരിച്ചു വരുന്നതേ ഇല്ല. സോ അപ്പോൾ എന്താണ് ഈ വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഈ ലൈറ്റിനെ തിരിച്ചയക്കുന്നത് എന്ന് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു വസ്തുവിൽ തട്ടിയിട്ട് ലൈറ്റ് തിരിച്ചു വരുന്നതിനെയാണ് എന്ത് പറയുക, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. അതായത് മലയാളത്തിൽ അതിനെ പ്രതിഫലനം എന്ന് പറയും, ലൈറ്റിൻ്റെ പ്രതിഫലനം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ലൈറ്റ് തിരിച്ചു വരുന്നതിനെയാണ് എന്ത് പറയുക, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിലും എന്തുണ്ടായില്ല, റിഫ്ലക്ഷൻ ഉണ്ടായില്ല. വൈ? ടച്ച് ആൻഡ് ഫീൽ ദ സർഫസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ. വാട്ട് ഡു യു ഫീൽ? അതായത് നമ്മൾ എടുത്ത വസ്തുക്കളിൽ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത വസ്തുക്കളെ ഒന്ന് തൊട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മിറർ ഉണ്ട്, സ്മൂത്ത് ടൈല്, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ഇതിനൊക്കെ നമ്മളൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ലൈറ്റിനെ അധികം റിഫ്ലക്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ, വാട്ട് അബൌട്ട് ദ സർഫസ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് മച്ച്. അതായത് നമ്മുടെ വുഡൻ ബ്ലോക്ക്, ഹാർഡ് ബോർഡ്, അതിനൊക്കെ ടച്ച് ചെയ്ത് നോക്കിയാലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് സ്മൂത്തായിട്ടുള്ള സർഫസുകളാണ് ലൈറ്റിനെ എന്ത് ചെയ്തത്, നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തത് അല്ലേ. റഫ് സർഫസ് ആണെങ്കിൽ, റഫായിട്ടുള്ള പ്രതലമുള്ള സാധനങ്ങളാണെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തില്ല. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് പിക്ചർ നോക്കൂ, മിറർ ആൻഡ് സാൻഡ് പേപ്പർ. അതായത് മിററിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും അതേപോലെ സാൻഡ് പേപ്പറിലുള്ള നമ്മൾ ഉരയ്ക്കുന്ന പേപ്പറില്ലേ, ഹാർഡായിട്ടുള്ള സർഫസുള്ള ഉരയ്ക്കുന്ന പേപ്പർ, അതാണ് സാൻഡ് പേപ്പർ. അപ്പോൾ ഈ സാൻഡ് പേപ്പറിലും മിററിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. നോക്കിക്കേ മിററിൽ എങ്ങനെയാണെന്ന്. മിററിൽ റെഗുലറായിട്ട്, അതായത് കറക്റ്റായിട്ടാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. കറക്റ്റ് ഒരു ഇൻസിഡൻറ്റ് പാത്ത് ഉണ്ട്, അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനൊരു പാത്ത് ഉണ്ട് അല്ലേ. അത് റെഗുലർ ഇൻ്റർവെല്ലിൽ ഓരോ റേസും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ, സെയിം വ്യത്യാസമാണ്, അങ്ങനെയാണ് പോകുന്നത്. ഇനി സാൻഡ് പേപ്പറിൽ നോക്കൂ, അത് ഓരോ ലൈറ്റും വരുന്ന ലൈറ്റെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്, ബട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്, ഓരോന്നും ഓരോ വഴിക്കാണ് പോകുന്നത് അല്ലേ. അതിൻ്റെ ഡയറക്ഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിററിൽ ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ സാൻഡ് പേപ്പറിലോ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പല വഴിക്കാണ് പോകുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷനുകളാണ് വസ്തുക്കൾ കാണിക്കുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ലൈറ്റ് ഫാളിംഗ് ഓൺ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട്സ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പം സ്മൂത്തായിട്ടുള്ള സർഫസിൽ വീഴുന്ന ലൈറ്റ് എന്ത് ചെയ്യും, റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അതായത് ക്രമമായിട്ട് പ്രതിഫലിക്കും അല്ലെങ്കിൽ പ്രതിപതിക്കും. റിഫ്ലക്ഷന് പ്രതിഫലനം എന്നും നമുക്ക് പറയാൻ പറ്റും, പ്രതിപതനം എന്നും പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. മലയാളത്തിൽ ക്രമപ്രതിപതനം എന്ന് പറയും. സോ മിറേഴ്സ് അതിനൊരു എക്സാമ്പിളാണ്. Then, when light falls on rough surfaces, it gets scattered in different directions. ഇനി ലൈറ്റ് റഫായിട്ടുള്ള പ്രതലങ്ങളിൽ തട്ടുമ്പോൾ അതെന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക് സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഇതിനെയാണ് ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിന്
മലയാളത്തിൽ ഇതിനെ വിസരിത പ്രതിപതനം എന്ന് പറയാം. വിസരിത പ്രതിപതനം. ഇനി ഈ റെഗുലർ റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടി അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റും കൂടി അത് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ബോക്സിൻ്റെ തൊട്ട് മുകളിലെ പിക്ചർ നോക്കൂ. അറേഞ്ച് എ കോംബ്, എ ടോർച്ച്, എ മിറർ ആൻഡ് എ ഷീറ്റ് ഓഫ് A4 size paper as shown in the figure and light the torch. Observe the reflection of light. അതായത് മിറർ അങ്ങനെ വെച്ചിട്ട്, ആ ബ്ലൂ കളർ മിറർ വെച്ചിട്ട് അതിൻ്റെ മുമ്പിലൊരു കോമ്പ് വെച്ചിട്ട്, എന്നിട്ട് അതിൽ കൂടെ ലൈറ്റ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ കോമ്പിൻ്റെ അതിൻ്റെ പല്ലുകളുടെ ഇടയിൽ കൂടെയാണ് ലൈറ്റ് പോവുക അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അതിന് നിഴൽ അവിടെ താഴെ ഉണ്ടാകുന്നത് കണ്ടോ, ആ നിഴൽ എങ്ങനെ വരും, അതേപോലെ ആ പോയ അതേ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ആ കോമ്പിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ആ ലൈറ്റും വീഴുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത്, റെഗുലർ റിഫ്ലക്ഷനാണ്, ക്രമമായിട്ട് ലൈറ്റ് പ്രതിഫലിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റെഗുലർ റിഫ്ലക്ഷൻ്റെയും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഈ മിററിൻ്റെയും സാൻഡ് പേപ്പറിൻ്റെയും പഠിച്ചു വെക്കാം കേട്ടോ. അതായത് ഈ വരയ്ക്കാനുള്ളത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗറും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് മിററിൻ്റെ ക്രമമായിട്ട് പ്രതിഫലിക്കുന്നതും അതേപോലെ സാൻഡ് പേപ്പറിൻ്റെ സ്കാറ്റർ ചെയ്ത് പോകുന്നതും ചിതറിത്തെറിച്ച് പോകുന്നതിൻ്റെയും ഈ ഒരു ഫിഗർ പഠിച്ചു വയ്ക്കാവുന്നതാണ്. വരയ്ക്കാനും എളുപ്പമാണല്ലോ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഇത്രയും ഭാഗം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ തുടർന്നുള്ള വീഡിയോസും കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.